ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. അർജുനൻ, കർണൻ, ഭീഷ്മർ, ദ്രോണർ തുടങ്ങി അജയ്യരായ പല യോദ്ധാക്കളെയും കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. 18 ദിവസങ്ങൾ നീണ്ടുനിന്ന് ലക്ഷക്കണക്കിന് ജീവനുകൾ ഹോമിക്കപ്പെട്ട ആ യുദ്ധം യഥാർത്ഥത്തിൽ വെറും 60 സെക്കൻഡുകൾക്കുള്ളിൽ അവസാനിക്കേണ്ടതായിരുന്നു. അതെ, 1 മിനിറ്റ്. അത്രയും സമയം മാത്രമേ അവന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അവന്റെ പേര് ബർബരീകൻ. പാണ്ഡവരിൽ കരുത്തനായ ഭീമസേനന്റെ കൊച്ചുമകൻ, മായാവിയായ ഘടോൽക്കചന്റെയും അഹിലാവതിയുടെയും മകൻ. കുട്ടിക്കാലം മുതലേ അസാമാന്യ ധീരനായിരുന്നു ബർബരീകൻ. അവൻ അഷ്ടദേവന്മാരെയും പരമശിവനെയും പ്രസാദിപ്പിക്കാൻ കഠിനമായ തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ അവന് അജയ്യനായ ഒരു യോദ്ധാവാകാനുള്ള അനുഗ്രഹം നൽകി. ഒപ്പം 3 ദിവ്യബാണങ്ങളും നൽകി. വെറും സാധാരണ അമ്പുകളായിരുന്നില്ല അവ. ഈ പ്രപഞ്ചത്തിൽ ആർക്കും തടുക്കാൻ കഴിയാത്ത, സർവനാശം വിതയ്ക്കാൻ കെൽപ്പുള്ള 3 അസ്ത്രങ്ങൾ. ഈ 3 അസ്ത്രങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ? ഒന്നാമത്തെ അസ്ത്രം, ഇത് ആവനാഴിയിൽ നിന്നും പുറത്തെടുത്താൽ യുദ്ധഭൂമിയിൽ ബർബരീകൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും അത് പോയി അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അസ്ത്രം, താൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അതായത് തന്റെ സ്വന്തം ആളുകളെ അത് അടയാളപ്പെടുത്തും. മൂന്നാമത്തെ അസ്ത്രം, ഒടുവിൽ ബർബരീകൻ ഈ 3-ാം അസ്ത്രം തൊടുത്താൽ അത് പറന്നു ചെന്ന് ആദ്യത്തെ അസ്ത്രം അടയാളപ്പെടുത്തിയ എല്ലാവരെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കും. ശേഷം തിരികെ അവന്റെ ആവനാഴിയിൽ തന്നെ വന്നു ചേരും. അതായത് ബർബരീകന് ശത്രുവിന്റെ സൈന്യ വലിപ്പമോ അവരുടെ ആയുധങ്ങളോ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ലക്ഷങ്ങളായാലും കോടികളായാലും ഒന്നാമത്തെയും 3-ാമത്തെയും അമ്പുകൾ ഉപയോഗിച്ചാൽ ശത്രുക്കൾ പൂർണ്ണമായും ഇല്ലാതാക്കും. കുരുക്ഷേത്ര യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഭൂമിയിലെ എല്ലാ മഹാരാജാക്കന്മാരും കൗരവപക്ഷത്തേക്കോ പാണ്ഡവപക്ഷത്തേക്കോ നീങ്ങി. തന്റെ മുത്തശ്ശനായ ഭീമൻ പോരാടുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ ബർബരീകനും തീരുമാനിച്ചു. അവൻ ആയുധങ്ങളുമേന്തി അമ്മയായ അഹിലാവതിയുടെ മുന്നിലെത്തി അനുഗ്രഹം ചോദിച്ചു. യാത്രയാകുന്നതിന് മുൻപ് അമ്മ അവനോടൊരു കാര്യം ചോദിച്ചു. മകനെ, നീ ഏത് പക്ഷത്ത് ചേർന്ന് പോരാടും? അവൻ പറഞ്ഞു, അമ്മേ, ഞാൻ എൻ്റെ മുത്തശ്ശന്മാർക്കൊപ്പം പാണ്ഡവർക്കൊപ്പം പോരാടും. അപ്പോൾ അനുകമ്പ നിറഞ്ഞ ആ അമ്മ അവനോടൊരു സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അരുത് മകനെ, നീ കരുത്തനാണ്. എപ്പോഴും തോൽവി മുന്നിൽ കാണുന്നവർക്കും ദുർബലർക്കുമൊപ്പം മാത്രമേ നീ നിൽക്കാവൂ. ബർബരീകൻ അമ്മയ്ക്ക് വാക്ക് നൽകി. അതെ അമ്മേ, യുദ്ധത്തിൽ ആര് തോൽക്കുന്നോ അവർക്കൊപ്പം ഞാൻ പോരാടും. എല്ലാം മുൻകൂട്ടി അറിയുന്നവനായ ശ്രീകൃഷ്ണൻ ഈ വാർത്ത അറിഞ്ഞു. മഹാഭാരത യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒന്നാണ് ബർബരീകന്റെ ആ വാഗ്ദാനമെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. ഇതിലെ അപകടം മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു സാധാരണ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ബർബരീകൻ പോകുന്ന വഴിയിൽ അവനെ കാത്തുനിന്നു. ബ്രാഹ്മണനായ കൃഷ്ണൻ ബർബരീകനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, ഹേ യുവാവേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അവൻ മറുപടി നൽകി. അവന്റെ ആവനാഴിയിലെ 3 അമ്പുകൾ കണ്ട് കൃഷ്ണൻ പരിഹസിച്ചു. വെറും 3 അമ്പുകൾ വെച്ചാണോ നീ ആ മഹായുദ്ധത്തിന് പോകുന്നത്? ബർബരീകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ബ്രാഹ്മണ ശ്രേഷ്ഠ, ഈ യുദ്ധം ജയിക്കാൻ എനിക്കൊരൊറ്റ അമ്പ് മാത്രം മതി. രണ്ടാമതൊരു അമ്പെടുത്താൽ പ്രപഞ്ചം തന്നെ ഇല്ലാതാകും. കൃഷ്ണൻ അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, എങ്കിൽ നിന്റെ കഴിവ് ഞാനൊന്ന് കാണട്ടെ. ഈ കാണുന്ന ആൽമരത്തിലെ എല്ലാ ഇലകളെയും നിന്റെ ഒരൊറ്റ അമ്പ് കൊണ്ട് നീ തുളയ്ക്കുമോ? ബർബരീകൻ സമ്മതിച്ചു. അവൻ കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു. ആ സമയം കൃഷ്ണൻ വളരെ രഹസ്യമായി മരത്തിൽ നിന്നു വീണ ഒരു ഇല തന്റെ കാലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. ബർബരീകൻ തന്റെ 1-ാമത്തെ അസ്ത്രം തൊടുത്തു. അത് മിന്നൽ വേഗത്തിൽ പറന്നു ചെന്ന് മരത്തിലെ ഓരോ ഇലകളെയും അടയാളപ്പെടുത്തി. ഒടുവിൽ അത് കൃഷ്ണന്റെ കാലിനരികിൽ വന്ന് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കൃഷ്ണൻ ഒളിപ്പിച്ചു വെച്ച ആ ഇല അടയാളപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അത്. ബർബരീകൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ദയവായി അങ്ങയുടെ കാൽ മാറ്റുക, അല്ലെങ്കിൽ ഈ അസ്ത്രം അങ്ങയുടെ കാല് തുളച്ച് ആ ഇലയെ അടയാളപ്പെടുത്തും. കൃഷ്ണൻ അമ്പരന്നുപോയി. ഈ യോദ്ധാവിന്റെ മുന്നിൽ ആർക്കും ഒളിക്കാൻ കഴിയില്ലെന്ന് ഭഗവാൻ മനസ്സിലാക്കി. കൃഷ്ണൻ ചോദിച്ചു, മകനെ, നീ ആർക്കു വേണ്ടിയാണ് പോരാടാൻ പോകുന്നത്? ബർബരീകൻ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പ്രകാരം തോൽക്കുന്ന പക്ഷത്തിനൊപ്പം ഞാൻ നിൽക്കും. നിലവിൽ കൗരവർക്ക് 11 അക്ഷൗഹിണി സൈന്യവും പാണ്ഡവർക്ക് 7 അക്ഷൗഹിണി സൈന്യവുമാണുള്ളത്. പാണ്ഡവരാണ് തോൽവി മുന്നിൽ. അതിനാൽ ഞാൻ പാണ്ഡവർക്കൊപ്പം പൊരുതും. ഇവിടെയാണ്
ഭഗവാൻ ആ മഹാഗണിതശാസ്ത്ര കുരുക്ക്, ആ പാരഡോക്സ് അവന് വിശദീകരിച്ചു കൊടുത്തത്. കൃഷ്ണൻ പറഞ്ഞു, ബർബരീക, നീ പാണ്ഡവർക്കൊപ്പം ചേർന്നാൽ നിന്റെ ശക്തി കൊണ്ട് നിമിഷനേരം കൊണ്ട് കൗരവർ തോൽക്കാൻ തുടങ്ങും. അപ്പോൾ നിയമപ്രകാരം തോൽക്കുന്നവരായ കൗരവർക്കൊപ്പം നീ ചേരേണ്ടി വരും. നീ കൗരവർക്കൊപ്പം ചേർന്നാൽ അടുത്ത നിമിഷം പാണ്ഡവർ തോൽക്കാൻ തുടങ്ങും. അപ്പോൾ നീ വീണ്ടും പാണ്ഡവർക്കൊപ്പം ചേരും. ഇങ്ങനെ നീ രണ്ട് ഭാഗത്തേക്കും മാറിക്കൊണ്ടിരുന്നാൽ നിന്റെ അസ്ത്രങ്ങൾ ഇരുപക്ഷത്തെയും യോദ്ധാക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കും. ഒടുവിൽ ആ യുദ്ധഭൂമിയിൽ ആരവശേഷിക്കും? ബർബരീകൻ നടുക്കത്തോടെ ആ സത്യം തിരിച്ചറിഞ്ഞു. അതെ, അവനൊഴികെ മറ്റാരും ആ യുദ്ധത്തിൽ ബാക്കിയാകില്ല. വിജയിയോ പരാജിതനോ ഇല്ലാത്ത ഒരു പൂർണ്ണമായ കൂട്ടക്കുരുതി. ധർമ്മം സംരക്ഷിക്കാൻ, ഈ മഹാവിപത്ത് ഒഴിവാക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണ വേഷത്തിലുള്ള കൃഷ്ണൻ പറഞ്ഞു, ഏറ്റവും വലിയ ധീരനായ നിന്നോട് ഞാനൊരു ദാനം ചോദിച്ചാൽ നീ നൽകുമോ? തീർച്ചയായും, അവൻ പറഞ്ഞു. എനിക്ക് നിന്റെ ശിരസ് വേണോ? അക്ഷരാർത്ഥത്തിൽ ബർബരീകൻ ഞെട്ടിപ്പോയി. ഒരു സാധാരണ ബ്രാഹ്മണൻ ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല എന്ന് മനസ്സിലാക്കി അവൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ദയവായി യഥാർത്ഥ രൂപം കാണിച്ചാലും. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ അനന്തമായ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപം ബർബരീകന് മുന്നിൽ വെളിപ്പെടുത്തി. സത്യം മനസ്സിലാക്കിയ ബർബരീകൻ ചിരിച്ചുകൊണ്ട് ഭഗവാന് തന്റെ ശിരസ് അറുത്തു നൽകാൻ തയ്യാറായി. എന്നാൽ മരിക്കുന്നതിനു മുൻപ് അവൻ ഭഗവാനോട് ഒരു ആഗ്രഹം മാത്രം ചോദിച്ചു. ഭഗവാനെ, എനിക്ക് ഈ മഹാഭാരത യുദ്ധം മുഴുവനായും കാണണം. കൃഷ്ണൻ അത് സാധിച്ചു കൊടുത്തു. അമൃതൊഴിച്ച് ജീവൻ നിലനിർത്തിയ ആ ശിരസ് കുരുക്ഷേത്രയ്ക്ക് സമീപമുള്ള ഒരു ഉയർന്ന കുന്നിൻ മുകളിൽ ഭഗവാൻ സ്ഥാപിച്ചു. 18 ദിവസവും അവിടെ ഇരുന്ന് ബർബരീകൻ ആ മഹായുദ്ധം കണ്ടു. യുദ്ധമെല്ലാം കഴിഞ്ഞ് പാണ്ഡവർ വിജയിച്ചു. എന്നാൽ അവരിൽ ആരുടെ കഴിവുകൊണ്ടാണ് യുദ്ധം ജയിച്ചത് എന്നതിനെ ചൊല്ലി സഹോദരന്മാർക്കിടയിൽ വലിയ തർക്കമുണ്ടായി. ഒടുവിൽ അവർ കൃഷ്ണനൊപ്പം ഈ ചോദ്യത്തിന് ഉത്തരം തേടി ബർബരീകന്റെ അരികിലെത്തി. ബർബരീകൻ ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. അവൻ പറഞ്ഞു, അർജുന, ഭീമ, ഈ യുദ്ധത്തിൽ നിങ്ങൾ ആരും യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം ശത്രുക്കളെ വീഴ്ത്തുന്നതും മഹാകാളി രക്തം കുടിച്ച് താണ്ഡവമാടുന്നതും മാത്രം. ഈ യുദ്ധം കൃഷ്ണന്റെ ഇച്ഛയായിരുന്നു. വിജയം കൃഷ്ണന്റെ മാത്രം ലീലയാണ്.